എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ ഫയലിലേക്ക് പോകാം. ആദ്യമായിട്ട് മുയൽ എന്ന ആദ്യത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളോടുള്ള സ്നേഹം പോലും ഭയം കൊണ്ട് തുറന്നു പറയാൻ മടിക്കുന്നൊരു വ്യക്തിയാണ്. ആരോടും വഴക്കിനോ അലോസരത്തിനോ പോകാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു പരമസാധുവാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളെയല്ലാതെ സ്വപ്നത്തിൽ പോലും മറ്റാരെയെങ്കിലും സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയല്ല. എപ്പോഴും നിങ്ങൾ മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. നിങ്ങളെ ഉൾക്കൊണ്ട്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണത്. എന്തെല്ലാം പ്രതിസന്ധി ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങളെ മാത്രം സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക എന്നത് തന്നെയാണ് ആ വ്യക്തിയുടെ ലക്ഷ്യം. ഒരിക്കൽ പോലും നിങ്ങളെ വഞ്ചിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങളെ കൂടാതെ ചിലർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം. അത്തരം ശ്രമങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക. കാരണം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ തകർന്നു വന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച് നിങ്ങൾ ആ വ്യക്തിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ലഭ്യമായത്. ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് ലഭിച്ചത് നിങ്ങൾ നൽകിയ ആ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ്. അത് ആ വ്യക്തിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ അല്ലാതെ സ്വന്തം ജീവിതത്തിൽ മറ്റാരെയെങ്കിലും ഉൾപ്പെടുത്താൻ ആ വ്യക്തി ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഈ ജന്മം മുഴുവനും കാത്തിരിക്കാനും എന്തും ത്യജിക്കാനും സ്വന്തം ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ ആ വ്യക്തി തയ്യാറാണ്. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. കാക്ക എന്ന ഫയലാണ്. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൗതികമായ ആകർഷണം നൽകുന്നില്ലായിരിക്കാം. ഭൗതികമായ ആകർഷണം കൊണ്ടല്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത്. ആന്തരികമായ സ്നേഹവും പിന്തുണയും നിങ്ങൾക്ക് അനവധി ആ വ്യക്തി നൽകിയിരുന്നു. അതുതന്നെയായിരുന്നു ആ വ്യക്തിയിലേക്ക് നിങ്ങളെ ആകർഷിച്ച കാര്യവും. എത്രയെത്ര ജീവിതത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തി പിന്തുണ നൽകിയിരിക്കുന്നു. ആ വ്യക്തിയുടെ ബുദ്ധിപരമായ പല നീക്കങ്ങളും, ബുദ്ധിയും യുക്തിയും പ്രായോഗികതയും നിറഞ്ഞ നിലപാടുകളും പെരുമാറ്റങ്ങളും നിങ്ങളെ പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടിയെല്ലാം മാറ്റിവെക്കുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എത്രയെത്ര പ്രതിസന്ധികളുണ്ടായപ്പോഴും നിങ്ങളെ കരുതിയാണ് ആ വ്യക്തി ജീവിച്ചത്. ബുദ്ധിപരമായ ആ വ്യക്തിയുടെ നീക്കവും എടുത്ത് ചാടിയല്ലാത്ത പെരുമാറ്റവും കൃത്യമായ നിലപാടുകളും നിങ്ങൾക്കറിയാം. പക്ഷെ പലപ്പോഴും ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്രണയിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഭൗതികമായ ആകർഷണക്കുറവും ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ് ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളെയല്ലാതെ ആ വ്യക്തി മറ്റാരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സല്ല ആ വ്യക്തിക്കുള്ളത്. താൻ കണ്ടെത്തിയ, തനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് താൻ കരുതുന്ന ആ ഒരു വ്യക്തിയെ ഒഴിച്ച് മറ്റാരെയും ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടാനോ ആ വ്യക്തി തയ്യാറല്ല.
എത്ര പ്രതിസന്ധികൾ, എത്ര പ്രശ്നങ്ങൾ, അതിലൂടെ എല്ലാം നിങ്ങളെ ആ വ്യക്തി സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചില ശത്രുക്കൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ വഴക്കടിക്കണമെന്നും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ പോകരുത് എന്നും കരുതിക്കൊണ്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അവർക്ക് നിങ്ങളിലെ ഐക്യം തകർക്കാനാണ് ഇഷ്ടം. അങ്ങനെ അവർ നിങ്ങളിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വേദനയായിട്ട് മാറുന്നു. നിങ്ങളിലെ ഐക്യം തകർത്ത് അവർക്ക് നിങ്ങളെ ഒന്നുമല്ലാതാക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ആളുകളുടെ തന്ത്രത്തിൽ നിങ്ങൾ വീണുപോയാൽ അതൊരു വലിയ നഷ്ടമായി മാറും. കാരണം നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെയും നിങ്ങൾ പിന്താങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ വലിയ നഷ്ടം ഉണ്ടാകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.